ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയ മലയാളം സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ വെള്ളമടിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 4-5 മാസമായിട്ട് വെള്ളമടി നിർത്തിയതാണ്. ഭയങ്കരമായിട്ട് വെള്ളമടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ആ വ്യക്തി പോയി വെള്ളമടിച്ച് ഇപ്പോൾ വീണ്ടും പഴയ പോലെ വെള്ളമടി സ്റ്റാർട്ട് ചെയ്തു. ഈ സെലിബ്രിറ്റീസിനും ഇൻഫ്ലുവൻസേഴ്സിനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ചെയ്യുന്നില്ലെങ്കിലും കുറേ കാര്യങ്ങളിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ണാടി നോക്കും ഒരു ദിവസം? ഒരു ആവറേജ് പറ. എന്നാലും ഒരു 6 തവണ 7 തവണ ഇതിൽ കൂടുതൽ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ കണ്ണാടി നോക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആക്സിഡൻ്റിൽ നിങ്ങൾ കണ്ണാടി കൂടി പാസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ നോക്കും. പക്ഷേ നിങ്ങളുടെ മുഖം നോക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കണ്ണാടി പോകുന്നത് ഒരു 4-5 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു 6 പ്രാവശ്യം ഒരു ദിവസത്തിൽ, അത്രേ പോകത്തുള്ളൂ ഒരു ആവറേജ് ആയിട്ട് പറയുവാണെങ്കിൽ. ഇപ്പം നിങ്ങൾ TV കാണുവാണെങ്കിൽ ഒന്ന് ഓർത്തേ, ഒരു IPL മാച്ച് നടക്കുവാണെങ്കിൽ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറായിരിക്കും ആ മാച്ച് ഫുള്ള് നടക്കുന്നത്. അപ്പം അതിൽ തന്നെ ഓരോ ഓവർ കഴിയുമ്പോഴും ഓരോ പരസ്യം വരും. അത് ഷാരൂഖ് ഖാൻ്റെ പരസ്യമാവാം, സൽമാൻ ഖാൻ്റെ പരസ്യമാവാം, അക്ഷയ് കുമാറിൻ്റെ പരസ്യമാവാം. ഇവർ കാണിക്കുന്ന എന്ത് പരസ്യം വേണമെങ്കിൽ നമുക്ക് കാണാം. ഇതെല്ലാം ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഈ IPL മാച്ച് മൊത്തം കഴിയുമ്പം നമ്മളൊരു 200 ഇല്ലെങ്കിൽ 150 പരസ്യമെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്തേ, നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കിയത് 6-7 പ്രാവശ്യം, ഇഷ്ടതാരത്തിൻ്റെ വാക്കുകൾ കേട്ടത് 150 പ്രാവശ്യം. അപ്പോൾ ഒന്ന് ഓർത്തേ ഡിഫറൻസ് എന്തോരം വന്ന്. നിങ്ങൾ നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യുന്നത് ഇവരെ ആയിരിക്കും. അതിൽ തന്നെ ഈ പരസ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇവർ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഈ പാൻ മസാലേൻ്റെ പരസ്യവും, പിന്നെ ഈ റമ്മി കളിക്കുന്നതിൻ്റെ പരസ്യവും, പിന്നെ കുറേ നമ്മുടെ കാശ് പോകുന്നത് നമുക്ക് അൺഹെൽത്തിയുമായിട്ടുള്ള പരസ്യങ്ങളാണ് മൊത്തം നമ്മളെ ഫീഡ് ചെയ്യുന്നത്. അതിൽ നല്ല പരസ്യമായിട്ട് നമുക്ക് വളരെ ചുരുക്കമാണ്. 90% ഈ പാൻ മസാലേൻ്റെ പരസ്യം നമുക്ക് ഈ നമ്മുടെ പൈസ പോകാൻ, നമ്മുടെ ഫൈനാൻഷ്യലി നമ്മളെ തകർക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതേ നടന്മാരുടെ സിനിമ എടുക്കുകയാണെങ്കിൽ അവരതിൽ ഈ ഡ്രഗ്സിനൊക്കെ എതിരായിരിക്കും. അവർ ഫൈറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെതിരെയും ക്രൈംസിനെതിരെയൊക്കെ ആയിരിക്കും. പക്ഷെ മറിച്ച് അതേ സിനിമ നമ്മൾ കണ്ടിട്ട് അതിൻ്റെ ഇൻ്റർവെൽ ഇല്ലെങ്കിൽ അതിൻ്റെ പരസ്യത്തിൻ്റെ സമയമാകുമ്പം ഇവർ തന്നെ ഇതേ ഡ്രഗ്സിന് ഈ പാൻ മസാല പോലത്തെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. സത്യത്തിൽ ഇതിൽ എന്ത് ലോജിക്കായിരിക്കുന്നത്? നമ്മുടെ ജനങ്ങളെ സത്യത്തിൽ പറ്റിക്കുമല്ലേ? ഒരു വലിയൊരു ഹൈ സൊസൈറ്റിയിലെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ പറ്റിച്ചിട്ട് അതിനും മേളിലുള്ള ബിസിനസ്. ഈ പാൻ മസാലയൊക്കെ സത്യത്തിൽ ഒരു വർഷം 1 ബില്യണിന് മേളിലാണ് ഇവരുണ്ടാക്കുന്നത്. ഇവർക്കൊരു പാടുമില്ല. സൽമാൻ ഖാനെ ലോകത്തെ ഏത് വലിയ സ്റ്റാർസിനെയും വെച്ചുകൊണ്ട് ഇവരിങ്ങനെ പാൻ മസാല കഴിക്കുന്നത്. ഇവർ തന്നെ ഈ കമ്പനി തന്നെ വലിയ 3 സ്റ്റാർസിനെ വെച്ചാൽ പരസ്യം എടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം. ഈ അജയ് ദേവ്ഗനെ, ഷാരൂഖ് ഖാനെയും പിന്നെ അക്ഷയ് കുമാറിനെ വെച്ച് ഒരുമിച്ചൊക്കെ ഇവരെ 3 ഒരുമിച്ച് കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ വരെ അവർക്ക് കേപ്പബിൾ ആണ് അവർ. ഇനി മറ്റു സൂപ്പർ സ്റ്റാർസൊക്കെ ആണെങ്കില്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റമ്മി കളിക്കലും, നമ്മളെ ഈ ക്രിക്കറ്റ് പോലത്തെ ഇതിലൊക്കെ ബെറ്റ് ചെയ്യലും. നമ്മൾ ഈ ബെറ്റിങ്ങും ഈ റമ്മി കളിക്കലും ഇതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് തരുന്ന ഇതെല്ലാം നമ്മുടെ പൈസ പോകത്തേ ഉള്ളൂ. 99% ആളുകളും ഫൈനാൻഷ്യലി നഷ്ടം വരത്തേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ പൈസ നമ്മളെ നിന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മളെ അൺഹെൽത്തി ആക്കുക. ഇത് രണ്ടുമാണ് സത്യത്തിൽ ഇതുവഴി പ്രൊമോട്ട് ചെയ്യുന്നത്. ചില സൂപ്പർ സ്റ്റാർസ് ഒന്നും അവർ ഷുഗർ തൊടത്തേ ഇല്ല, പക്ഷെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവർ ചെയ്യാത്ത കാര്യം എന്തിനാണ് നമുക്ക് തരുന്നത്? അവർക്കറിയാം അത് അൺഹെൽത്തിയാണ്. അവർക്ക് ഹെൽത്തി ആയിട്ടിരിക്കേണ്ട അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് കുറേ കാലം അവരുടെ ഫേസ് വെച്ച് അവർക്ക് ജീവിക്കേണ്ടത്. അപ്പം അവർക്ക് ഫേസിൽ ചേഞ്ചസ് വരാൻ പാടില്ല. അവർക്ക് യങ്ങറായിട്ട് തന്നെ ഇരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. എന്നാലേ അവർക്ക് ആക്ഷൻ മൂവീസും പല റോൾസൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ തന്നെ നമ്മളെ അൺഹെൽത്തി ആക്കുവാണ്. നമ്മളെ അൺഹെൽത്തി ഫുഡൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസിനൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുക. പണ്ടൊക്കെ നമുക്ക് പറയാം സിനിമയിലെങ്കിലും ഇവർ ഡ്രഗ്സിനെതിരെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ വരെ ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മിക്ക സിനിമകളും നിങ്ങൾ കണ്ടറിയാൻ പറ്റും. അതിലെല്ലാത്തിലും ഒരു 5 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരാൾ സിഗരറ്റ് എടുത്ത് വലിക്കുന്നുണ്ട്. അതിൽ സിഗരറ്റ് എടുത്ത് മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്, വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് നല്ല വൈബ് തോന്നും. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയ മലയാളം സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ വെള്ളമടിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 4-5 മാസമായിട്ട് വെള്ളമടി നിർത്തിയതാണ്. ഭയങ്കരമായിട്ട് വെള്ളമടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ആ വ്യക്തി പോയി വെള്ളമടിച്ച് ഇപ്പോൾ വീണ്ടും പഴയ പോലെ വെള്ളമടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് എക്സാമ്പിൾ ഉണ്ട്. അപ്പം എത്ര പേരെയാണ് ഇവരിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര വലിയ പവർഫുൾ ഇൻഡസ്ട്രി അല്ലെന്ന്. സത്യത്തിൽ ഇന്ത്യയിൽ ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ആളുകളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും ഇവർക്ക്. അതുകൊണ്ടാണ്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ ആളുകൾ ഇങ്ങനത്തെ ട്രാപ്പിൽ വീഴാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.